പഞ്ചദശി 11-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ യോഗാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. അദ്വൈതാനന്ദ വിശകലനം. ബാഹ്യ ആഭ്യന്തരങ്ങളെ മറന്നുള്ള സുഖാനുഭവമാണ് ആനന്ദത്തിൻ്റെ പരമകാഷ്ഠ. വീട്ടിനു പുറത്ത് പട്ടണത്തിലോ ഗ്രാമത്തിലോ ചെന്ന് ചെയ്യുന്ന ജോലികളാണ് ബാഹ്യപ്രവൃത്തികൾ. ഉള്ളിലുള്ള ഗൃഹകൃത്യങ്ങൾ നിർവഹിക്കുന്നതാണ് ആന്തരകർമ്മങ്ങൾ. അതുപോലെ പുറത്തുള്ള വിഷയങ്ങളിൽ ചുറ്റിത്തിരിയുന്ന ജാഗ്രതാണ് മനസ്സിൻ്റെ ബാഹ്യവൃത്തി. ഉള്ളിൽ തന്നെ വിഷയങ്ങളെ നിർമ്മിച്ച് അനുഭവിക്കുന്ന സ്വപ്നമോ മനോരാജ്യമോ ഒക്കെയാണ് മനസ്സിൻ്റെ ആന്തരവൃത്തി. ഈ രണ്ട് മനോവൃത്തികളും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമാണ് നേരിട്ടുള്ള ആത്മസുഖം. സുഷുപ്തിയിലുള്ള സുഖം അപ്രകാരമുള്ളതാണെന്ന് തീർച്ചയാണല്ലോ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിതാവ് പിതാവല്ലാതായിത്തീരുന്നു, പുത്രൻ പുത്രനല്ലാതായിത്തീരുന്നു. ഇത് ജീവത്വം തൽക്കാലത്തേക്ക് നഷ്ടമാകുന്നുവെന്നല്ലേ കാണിക്കുന്നത്? ഉറക്കത്തിൽ സകല സംസാര ബന്ധങ്ങളും അസ്തമിക്കുന്നത് കൊണ്ട് ജീവൻ ബ്രഹ്മത്വം പ്രാപിക്കുന്നതായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ദേഹാഭിമാനത്തെ ആശ്രയിച്ചുണ്ടാകുന്നവയാണല്ലോ സകല സംസാര ബന്ധങ്ങളും. അങ്ങനെയുണ്ടാകുന്ന പിതൃപുത്രാദി മമതാബന്ധങ്ങളാണ് സകല ലൗകിക സുഖ ദുഃഖങ്ങൾക്കും കാരണം. അവയെല്ലാം മാറിക്കിട്ടുന്നതോടെ എല്ലാ ശോകങ്ങളെയും തരണം ചെയ്യുന്നുവെന്ന് സിദ്ധം. ഗാഠനിദ്രയിൽ എല്ലാ കരണങ്ങളും വിലയിക്കുന്നതോടെ ജീവൻ തമോമയമായ ആവരണത്തിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ആനന്ദരൂപം പ്രാപിക്കുന്നുവെന്ന് കൈവല്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവവും ഈ ശ്രുതി പ്രഖ്യാപനത്തെ ഉറപ്പിക്കുന്നു. ഞാനിവിടെ സുഖമായി ഉറങ്ങി യാതൊന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ ഉറക്കത്തിൽ സുഖവും അജ്ഞാനവും അനുഭവിച്ചതായി ഉണർന്നെഴുന്നേൽക്കുന്ന സകലരും പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അനുഭവിക്കാത്തത് അങ്ങനെ പറയാൻ പറ്റുന്നതല്ലല്ലോ. അനുഭവം മാത്രമേ ഓർത്തു പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ജീവൻ കൂടസ്ഥനിൽ ലയിച്ചതോടെ ആത്മസ്വരൂപമായ സുഖം സ്വയം പ്രകാശിക്കാൻ തുടങ്ങി. സ്വയം പ്രകാശിച്ച ആത്മസത്ത അതിനെ ആവരണം ചെയ്ത അജ്ഞാനത്തെയും പ്രകാശിപ്പിച്ചു. ശുദ്ധ ചിത്തായിരുന്നപ്പോഴുണ്ടായ അനുഭവം ചിതാഭാസ രൂപം കൈക്കൊണ്ടപ്പോഴും സ്മൃതിയായി അവശേഷിക്കുന്നത് കൊണ്ടാണ് ഉണരുന്നയാൾ ആദ്യം തന്നെ അത് ഓർമ്മിച്ചു പറയാൻ ഇടവരുന്നത്. സുഷുപ്തി സുഖം സ്വപ്രകാശമായ ആനന്ദമാണെന്ന് സമ്മതിക്കാം. സുഷുപ്തി സുഖം സ്വപ്രകാശമായ ആനന്ദമാണെന്ന് സമ്മതിക്കാം. പക്ഷേ അത് ബ്രഹ്മസ്വരൂപമാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും? പറയാം. സ്വപ്രകാശമായ ആനന്ദം എവിടെയുണ്ടോ അത് ബ്രഹ്മാനന്ദമാകാതെ തരമില്ല. ബ്രഹ്മം സ്വപ്രഭമായ വിജ്ഞാനവും ആനന്ദവുമാണെന്നല്ലേ ബൃഹദാരണ്യക ഉപനിഷത്ത് വ്യക്തമാക്കുന്നത്. മറ്റെല്ലാ സുഖങ്ങളും ഉപാധികളെ ആശ്രയിച്ച് പരപ്രകാശങ്ങളായി കാണപ്പെടുമ്പോൾ സ്വപ്രകാശമായി നിത്യമായി വിളങ്ങുന്നത് ബ്രഹ്മസുഖം ഒന്നു മാത്രമേയുള്ളൂ. സുഷുപ്തിയിൽ ബ്രഹ്മസത്തയെ ആവരണം ചെയ്യുന്നതായി കാണുന്ന അജ്ഞാനമാണ് പിന്നീട് ജാഗ്രത്തിൽ വിജ്ഞാനമയ മനോമയ കോശങ്ങളായി മാറുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. സുഷുപ്തിയിൽ ബ്രഹ്മസത്തയെ ആവരണം ചെയ്യുന്നതായി കാണുന്ന അജ്ഞാനമാണ് പിന്നീട് ജാഗ്രത്തിൽ വിജ്ഞാനമയ മനോമയ കോശങ്ങളായി മാറുന്നത്. വിജ്ഞാനമയ മനോമയ കോശങ്ങളുടെ വിലയാവസ്ഥയാണ് സുഷുപ്തിയിൽ അജ്ഞാന ആവരണമായി കാണപ്പെടുന്നത്. ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഉറക്കത്തിൽ പ്രകാശിച്ച അജ്ഞാനം ചിത് പ്രതിബിംബത്തോടൊപ്പം വിജ്ഞാനമയ മനോമയ കോശങ്ങളായിത്തീരുന്നു.
അതുകൊണ്ടാണ് വിജ്ഞാനമയ മനോമയ കോശങ്ങളിൽ ജ്ഞാന അജ്ഞാനങ്ങൾ മാറി മാറി പ്രകാശിക്കുന്നത്. അറിയുന്നില്ല, അറിയുന്നു എന്നിങ്ങനെ വിജ്ഞാനമയ മനോമയ കോശങ്ങളിൽ ജ്ഞാന അജ്ഞാനങ്ങൾ മാറി മാറി പ്രകാശിക്കുന്നു എന്നുള്ളത് സർവാനുഭവമാണല്ലോ. ജ്ഞാനാജ്ഞാന രൂപത്തിൽ വ്യക്തമായി പ്രകാശിക്കുന്ന വിജ്ഞാനമയ മനോമയ കോശങ്ങൾ സുഷുപ്തിയെ സമീപിക്കുന്നതോടുകൂടി വെണ്ണയൊരുകി നെയ്യാകുന്നത് പോലെ ലയിച്ച് ഏകീഭവിക്കുന്നു. ഇങ്ങനെ ഏകീഭവിക്കുന്ന അവസ്ഥയെയാണ് ആനന്ദമയ കോശമെന്ന് വിളിക്കുന്നത്. ഉരുകിയ നെയ്യ് വീണ്ടും ഘനീഭവിച്ച് കട്ടിയാകുന്നത് പോലെ ആനന്ദമയ കോശം കട്ടിപിടിച്ച് വേർതിരിയുന്നതോടെ വിജ്ഞാനമയ മനോമയ കോശങ്ങൾ ആവിർഭവിക്കുന്നു. സാധനാസമ്പന്നനായ ഒരു യോഗിക്ക് കോശങ്ങളുടെ ഈ അവസ്ഥാഭേദങ്ങൾ ബോധപൂർവം നിയന്ത്രിച്ച് എപ്പോൾ വേണമെങ്കിലും സാധിക്കാവുന്നതേയുള്ളൂ. ഉറക്കത്തിന് അല്പം മുമ്പ് വരെ ആനന്ദ പ്രതിബിംബത്തോടുകൂടി വേർതിരിഞ്ഞു നിന്നിരുന്ന ചിത്തവൃത്തി ആ പ്രതിബിംബത്തോടൊപ്പം വെണ്ണയുരുകുന്നത് പോലെ ലയിച്ച് ഏകീഭവിക്കുന്നതാണ് ആനന്ദമയ കോശം. ബാഹ്യവൃത്തികളെല്ലാം നിലച്ച് ഉരുകിച്ചേരുന്ന അജ്ഞാനം തികച്ചും അന്തർമുഖമായി തീരുന്നതോടുകൂടി നേരിട്ട് ബ്രഹ്മസുഖം തന്നെ ഭുജിക്കാൻ തുടങ്ങുന്നു. ഈ ഭോഗം നടക്കുന്നത് ചിത് പ്രതിബിംബത്തോടു കൂടിയ അജ്ഞാനവൃത്തിയിൽ കൂടിയാണെന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും സുഷുപ്തിയിൽ അറിയാൻ സാധിക്കാതെ പോകുന്നത്. ചുരുക്കത്തിൽ അജ്ഞാനത്തിൽ മറഞ്ഞിരുന്ന ജീവന്റെ നേരിട്ടുള്ള ബ്രഹ്മാനുഭൂതിയാണ് ഉറക്കം. ഉറക്കത്തിലെ ബ്രഹ്മാനുഭൂതിയിൽ അജ്ഞാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് വീണ്ടും പഴയ രൂപത്തിൽ തന്നെ ഉറക്കം കഴിഞ്ഞ് ജീവൻ പൊന്തി വരുന്നത്. ഉറങ്ങിയത് കള്ളനോ കടുവയോ ബ്രാഹ്മണനോ സന്യാസിയോ ആരായാലും ഉറക്കം കഴിഞ്ഞ് അതേപടി തിരിച്ചു വരാൻ ഇടയാകുന്നത് ഇങ്ങനെയാണ്. അജ്ഞാനവൃത്തികൾ ബ്രഹ്മസുഖം അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അജ്ഞാനവൃത്തികൾ ഉള്ളതായി തോന്നുന്നില്ലല്ലോ. അത് ശരി തന്നെ. അജ്ഞാനവൃത്തികൾ അതിസൂക്ഷ്മങ്ങളാണ്. ബുദ്ധിവൃത്തികൾ സ്പഷ്ടമായ അവയുടെ സ്ഥൂലരൂപങ്ങളും. അജ്ഞാനവൃത്തികളെയും കടന്ന് വേദാന്ത സത്യം കണ്ട ശാസ്ത്ര സിദ്ധാന്ത പാരകന്മാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സുഷുപ്തിയിൽ ആനന്ദമയ കോശം ഭോക്താവും ബ്രഹ്മാനന്ദം ഭോഗ്യവുമായി വർത്തിക്കുന്നുവെന്ന് മാണ്ഡൂക്യ ഉപനിഷത്ത്, നൃസിംഹതാപനീയോപനിഷത്ത് മുതലായവയിൽ പ്രസ്പഷ്ടമായും വിവരിച്ചിട്ടുണ്ട്. സുഷുപ്തിയിൽ ജീവൻ പ്രജ്ഞാനഘനത്വം കൈക്കൊണ്ട് ഏകീഭവിക്കുന്നു. ആനന്ദമയനായി നിന്നുകൊണ്ട് ചേതോവൃത്തികളിൽ കൂടി ആനന്ദത്തെ ഭുജിക്കുന്നു. ഇപ്രകാരമാണ് മാണ്ഡൂക്യ ശ്രുതിയുടെ പ്രഖ്യാപനം. ഏകീഭവിക്കുന്നു എന്നതിന് ഇതാണർത്ഥം. നേരത്തെ ജീവൻ വിജ്ഞാനമയങ്ങളായ നിരവധി വിചിത്ര രൂപങ്ങളിൽ മാറി മാറി സ്ഥിതി ചെയ്തിരുന്നവനാണ്. ഇപ്പോഴാകട്ടെ ആ വിവിധത്വം ഉപേക്ഷിച്ച് വിജ്ഞാനങ്ങളെല്ലാം ഒരുമിച്ചു ചേർന്ന് ഒന്നാകുന്നു. അരിയുടെ അനേകം മണികൾ ഇടിച്ച് പൊടിച്ച് ഒരുമിച്ചു ചേർത്ത പിണ്ടമാക്കി എടുക്കുന്നതുപോലെ പ്രാപഞ്ചികങ്ങളായ അല്പാൽപങ്ങളായ അറിവുകളും എല്ലാം ഇവിടെ ഘനീഭവിക്കുന്നു. ഇങ്ങനെയാണ് പ്രജ്ഞാനഘനത്വം വന്നു ചേരുന്നത്. ചുരുക്കത്തിൽ പഞ്ചഭൂതങ്ങളും പ്രാണമനോബുദ്ധികളും ഇന്ദ്രിയങ്ങളും ഒക്കെയായി രൂപം കൊണ്ടിരുന്ന ജീവൻ വിവിധ രൂപങ്ങൾ വിട്ട് ഏകീഭവിപ്പിച്ച് അല്പാൽപങ്ങളായ സകല അറിവുകളെയും ഘനീഭവിപ്പിച്ച് ആനന്ദമയ കോശരൂപം വരിച്ച് സ്ഥിതി ചെയ്യുന്നു. അനേകം മഞ്ഞുതുള്ളികൾ ചേർന്ന് ഘനീഭവിക്കുന്നതിനോട് ഇതിനെ ഉപമിക്കാം. മഞ്ഞിൻ്റെ ഈ ഘനീഭാവം വെള്ളത്തിനു മുകളിൽ തന്നെ നാം കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ജീവൻ അജ്ഞാനത്തോടുകൂടി ബ്രഹ്മസത്തയിൽ ഘനീഭവിച്ചു നിൽക്കുന്നത്. വിഷയങ്ങളെയെല്ലാം പ്രജ്ഞാനരൂപത്തിൽ ഘനീഭവിച്ചുകൊണ്ട് ആത്മാവ് അതിന് സാക്ഷിരൂപനായി സാക്ഷിസ്വരൂപനായി സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ലൗകികന്മാർക്കോ
വെറും യുക്തിവാദികളായ താർക്കികന്മാർക്കോ അത്ര വേഗം പിടികിട്ടുന്നതല്ല. യുക്തിവാദികൾക്ക് സുഷുപ്തിയുടെ അദ്ഭുത രഹസ്യം ഒരിക്കലും വെളിപ്പെടുന്നതല്ല. അതുകൊണ്ട് ലൗകികന്മാരും താർക്കികന്മാരും ഇങ്ങനെ വെറും ദുഃഖഭാവം മാത്രമായി കരുതുന്നു. ഇതിനെ വെറും ദുഃഖഭാവം മാത്രമായി കരുതുന്നു. ഇവിടെ ദുഃഖമൊന്നുമില്ലെന്നുള്ളത് സ്പഷ്ടവുമാണല്ലോ. സുഷുപ്തിയിൽ നിന്നും ജാഗ്രത്തിലേക്ക് അജ്ഞാനത്തിൽ പ്രതിബിംബിക്കുന്ന ആത്മചൈതന്യമാണ് ബ്രഹ്മസുഖഭോഗത്തിൽ ആമഗ്നമാകുന്നതെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. സുഷുപ്തിയെ നമുക്കിങ്ങനെ മൂന്നായി വേർതിരിക്കാം: അജ്ഞാന ആവരണം, അതിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യം, അവയുടെ കൂടിച്ചേർന്നുള്ള ബ്രഹ്മാനന്ദ അനുഭൂതി. ഈ വിശകലനം വ്യക്തമായി അറിഞ്ഞാൽ ബ്രഹ്മസുഖം അനുഭവിച്ചിട്ടും ഉണരുന്ന ജീവൻ എന്തുകൊണ്ട് സംസാര ദുഃഖത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ്. ഉറക്കത്തിൽ ജീവൻ ബ്രഹ്മസുഖത്തിലെത്തി നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ അജ്ഞാനത്തെ കൈവെടിയുന്നില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ഉറക്കത്തിൽ ജീവൻ ബ്രഹ്മസുഖത്തിലെത്തി നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ അജ്ഞാനത്തെ കൈവെടിയുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാനന്ദത്തിലെത്തിയിട്ടും എത്തിയതായി അതിന് അറിയാനും കഴിയുന്നില്ല. അറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് അനുഭവിച്ച ബ്രഹ്മസുഖത്തെ പോലും കൈവെടിഞ്ഞ് സംസാര ബന്ധത്തിലേക്ക് ജീവന് തിരിച്ചു വരേണ്ടതായി വരുന്നു. ജന്മാന്തര സമാർജിതങ്ങളായ കർമ്മങ്ങളുടെ വാസനയാണ് അജ്ഞാന ആവരണ രൂപത്തിൽ ജീവനെ ബന്ധിച്ചു നിർത്തുന്നത്. ആ കർമ്മവാസന തന്നെ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരാനും പ്രേരിപ്പിക്കുന്നു. അവശേഷിക്കുന്ന കർമ്മഗതിയാണ് വീണ്ടും ജാഗ്രത്തിനെ ഉണ്ടാക്കുന്നതെന്ന് കൈവല്യോപനിഷത്ത് വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദത്തിൻ്റെ വാസന ഉണർന്നാലും അല്പനേരം തുടർന്നു നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ അല്പനേരം ഒരാൾ മൗനിയായി പ്രപഞ്ചബോധമില്ലാത്തവനെ പോലെ കാണപ്പെടുന്നത്. പതുക്കെ പതുക്കെ പഴയ കർമ്മവാസനകൾ വീണ്ടും പൊന്തി വരുന്നു. അങ്ങനെ മുൻപ് പരിശീലിച്ചു പോന്ന പലതരം സംസാര ക്ലേശങ്ങളും ഭാവന ചെയ്യാൻ പ്രേരിതനായിത്തീരുന്നു. അനുഭവിച്ച ബ്രഹ്മാനന്ദം അല്പാൽപമായി വിസ്മരിക്കാനും തുടങ്ങുന്നു. ഇതാണ് ലൗകികന്മാർക്കെല്ലാം ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിദ്രാനന്ദത്തെ പാടെ വിസ്മരിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഉറക്കം കഴിഞ്ഞ് അല്പസമയവും ഉറക്കം തുടങ്ങുന്നതിന് അല്പസമയം മുൻപും ഉറക്കം കഴിഞ്ഞ് അല്പസമയവും ഉറക്കം തുടങ്ങുന്നതിന് അല്പസമയം മുൻപും സകല പ്രപഞ്ചകാര്യങ്ങളും വിസ്മരിച്ച് മനുഷ്യൻ ഉറക്കത്തോട് പക്ഷപാതമുള്ളവനായി തീരുന്നു. ഉറക്കമെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകകാര്യവും അവൻ ആവശ്യമില്ല. ലോകത്ത് കിട്ടാവുന്ന എല്ലാറ്റിലും കവിഞ്ഞ് എന്തോ സുഷുപ്തിയിൽ ലഭ്യമാകുന്നു എന്നുള്ളതല്ലേ അതിനോട് ഈ പക്ഷപാതത്തിന് കാരണം? ബുദ്ധിയുള്ള ആൾക്ക് ഇക്കാര്യം സംശയിക്കാൻ കഴിയുന്നതല്ല. ലോകത്ത് കിട്ടാവുന്നതിലൊക്കെ കവിഞ്ഞതാണ് അജ്ഞത നിലനിൽക്കുമ്പോൾ പോലുമുള്ള ബ്രഹ്മാനന്ദ അനുഭൂതിയെന്ന് ചുരുക്കം. തൂഷ്ണീം ഭാവവും ബ്രഹ്മാനന്ദവും. ഉറക്കത്തിൽ നിന്നും ഉണരുന്നയാൾ അല്പനേരം മൗനമായി വെറുതെ ഇരിക്കുമ്പോൾ അനുഭവിച്ച ബ്രഹ്മാനന്ദത്തെ പിന്തുടരുകയാണെന്ന് പറഞ്ഞല്ലോ. മൗനമായി വെറുതെ ഇരുന്നാൽ ബ്രഹ്മാനന്ദം അനുഭവിക്കുമെന്നല്ലേ ഇതിനർത്ഥം? ഇത് കേമമായി. അലസന്മാരായ ലൗകികന്മാർ ഈ നിഗമനം കൊണ്ട് ചാരിതാർത്ഥരാകും. ഇതിനനുസരിച്ച് ബ്രഹ്മാനുഭൂതിക്ക് ശാസ്ത്രമോ ഗുരുവോ ആവശ്യമില്ലെന്നും വന്നു. ഈ ധാരണകൾ ശരിയല്ല. അലസന്മാരായിരിക്കുകയോ കർമ്മനിഷ്ഠന്മാരായിരിക്കുകയോ ചെയ്യുന്നതല്ല പ്രശ്നം. ഒരാൾക്ക് താൻ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നുവെന്ന് ഉറപ്പായ ബോധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ബ്രഹ്മസ്വരൂപമാണ് എന്നറിഞ്ഞാൽ കൃതാർത്ഥത കൈവരുന്നു. ഗുരുവിനെയും ശാസ്ത്രത്തെയും ആശ്രയിക്കാതെ അതിഗംഭീരമായ ബ്രഹ്മതത്വത്തെ ആർക്കറിയാൻ കഴിയും? ഗുരുകാരുണ്യമില്ലാതെ
പരമസത്യം ഒരിക്കലും ബോധ്യപ്പെടുന്നതല്ല. ഒരു മടയൻ ഇങ്ങനെ ചോദിച്ചേക്കാം, ബ്രഹ്മസത്തയുണ്ടെന്ന് അങ്ങു പറഞ്ഞ് ഞാൻ അറിയുന്നുണ്ടല്ലോ, ഞാൻ പിന്നെ എന്താണ് കൃതാർത്ഥനായി തീരാത്തത്? ഇതിനുത്തരം ഈ ചോദ്യകർത്താവിനെ പോലെ അറിവുണ്ടെന്ന് നടിക്കുന്ന ഒരു മടയൻ്റെ കഥയാണ്. പണ്ടൊരിക്കൽ ഒരു രാജാവ് 4 വേദങ്ങളെയും അറിയുന്നയാൾക്കിത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1000 സുവർണ നാണ്യങ്ങൾ പുരോഹിതനെ ഏൽപ്പിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരുവൻ, വേദങ്ങൾ 4 എനിക്കറിയാം, ഈ ധനം എനിക്ക് തരൂ എന്നാവശ്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞയാൾ വേദങ്ങൾ എത്രയുണ്ടെന്ന് മാത്രമേ അറിയുന്നുള്ളൂ, അല്ലാതെ വേദങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് അയാൾ അറിയുന്നില്ല. അതുപോലെ ആരെങ്കിലും പറഞ്ഞു കേട്ട് ബ്രഹ്മമുണ്ടെന്നു മാത്രം അറിയുന്നയാൾ ഉണ്ടെന്നു മാത്രമേ അറിയുന്നുള്ളൂ. പരമസത്യത്തിൻ്റെ ഉണ്മ അയാൾക്ക് പ്രത്യക്ഷ അനുഭവമായി കഴിഞ്ഞിട്ടില്ല. പ്രത്യക്ഷ അനുഭവം ഒന്നു മാത്രമേ കൃതകൃത്യത കൈവരുത്തുകയുള്ളൂ. മായാകാര്യങ്ങളെല്ലാം ഒഴിഞ്ഞുമാറി അഖണ്ഡൈക രസമായ ബ്രഹ്മാനന്ദം അളവില്ലാത്ത അനുഭവ വിഷയമായി ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വരാനോ പോകാനോ പിന്നെന്തുണ്ട്? ഈ സ്ഥിതിയായി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കുകയോ കർമ്മം ചെയ്യുകയോ എന്തായാലും വിരോധമില്ല. ബ്രഹ്മസത്തയെ അറിയുന്നുവെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കഥയില്ല. അത് ശബ്ദ ആവർത്തനം മാത്രം. ശബ്ദം ആവർത്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം അറിയണം. അത് അനുഭവമായി മാറണം. അത് കിട്ടുന്നതുവരെ വിചാരധ്യാനങ്ങൾ തുടരണം. ശബ്ദം ആവർത്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം അറിയണം. അത് അനുഭവമായി മാറണം. അത് കിട്ടുന്നതുവരെ വിചാരധ്യാനങ്ങൾ തുടരണം. വ്യാകരണാദി ശാസ്ത്രങ്ങളുടെ സഹായത്തോടെ വേദങ്ങളിലെ ശബ്ദങ്ങളുടെ അർത്ഥം മാത്രം ഗ്രഹിച്ചത് കൊണ്ടുമായില്ല ബ്രഹ്മസത്തയെ സ്വസ്വരൂപമായി അനുഭവിക്കാതെ വേദങ്ങൾ 4 പഠിച്ച് ഗർവിച്ച് നടക്കുന്നയാളിനെ വിഴുപ്പ് ചുമക്കുന്ന കഴുതയായിട്ടാണ് വസിഷ്ഠൻ കണക്കാക്കുന്നത്. അവൻ വേദഭാരഭരാക്രാന്തനായ ബ്രാഹ്മണ ഗർദ്ധവമാണെന്ന് അദ്ദേഹം അധിക്ഷേപിക്കുന്നു. വസിഷ്ഠന്റെ വാക്കുകൾ ശ്രീ ശങ്കരാചാര്യർ സനത് സുജാതീയ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനാൽ ആത്മാർത്ഥതയുള്ള സത്യാന്വേഷി കൃതകൃത്യത കൈവരുന്നതുവരെ ഗുരുവിനെ സമാശ്രയിച്ച് ആത്മാനുസന്ധാനം തുടരേണ്ടതാണ്. ഇടയ്ക്ക് വന്നു കയറിയ ഈ ചർച്ച ഇവിടെ നിൽക്കട്ടെ. ചുരുക്കത്തിൽ ബാഹ്യവിഷയങ്ങളെ ഒന്നും ആശ്രയിക്കാതെ എവിടെയെല്ലാം സുഖം അനുഭവ വിഷയമാകുന്നുവോ അതൊക്കെ ബ്രഹ്മാനന്ദ വാസനയിൽ നിന്നും കിട്ടുന്ന സുഖമാണെന്ന് അറിയേണ്ടതാണ്. വിഷയാനന്ദ രഹസ്യം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.